അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൃഷ്ടാവായ പ്രപഞ്ചാധികാരിയായ ഉടയതമ്പുരാന് ഒരുപാട് നാമങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് അറിയിച്ചു തന്ന പ്രധാനപ്പെട്ട 99 പേരുകളുണ്ട്. സുബ്ഹാനഹു തആല 99 പേരുകളെ നമുക്ക് അറിയിച്ചു തരികയും ശേഷം അവകളുടെ മഹത്വം നമുക്ക് അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മോട് ദ്യോതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന ശ്രേഷ്ഠമായ നാമങ്ങളുണ്ട്. അതിനെ പിടിച്ച് നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു. ഇന്നലില്ലാഹി തിസ്അതൻ വതിസ്ഊന ഇസ്മൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. തീർച്ചയായും നാഥനായ റബ്ബിന് 99 നാമങ്ങളുണ്ട്. വല്ലവരുത്തനും അത് മനഃപ്പാഠമാക്കുകയോ അതിന് വേണ്ട പരിഗണനകൾ നൽകുകയോ ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാഥനായ റബ്ബ് അവൻ്റെ ഓരോ പേരുകൾക്കും പ്രത്യേകമായ പദവികളും പ്രത്യേകമായ ശ്രേഷ്ഠതകളും അത് ചൊല്ലിയാൽ വലിയ പവിത്രതകളും നൽകുന്നുണ്ട്. അല്ലാഹുവിൻ്റെ നാമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് യാ മോനി. അവൻ എല്ലാ വസ്തുക്കളെ തൊട്ടും ഐശ്വര്യവാനാണ്. ഒന്നിലേക്കും അവൻ ആവശ്യക്കാരൻ അല്ല. അവൻ ഓരോ മനുഷ്യനും ഓരോ അവൻ്റെ സൃഷ്ടികൾക്കും ആവശ്യമുള്ളത് നൽകുന്നവനാണ്, ഐശ്വര്യം നൽകുന്നവനാണ്. അവൻ ദാരിദ്ര്യത്തെ നീക്കിക്കളയുന്നവനാണ്. ഈ പേരിന് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പേരിനെ ചൊല്ലുന്നയാളുകൾക്ക് ദാരിദ്ര്യത്തെ നീക്കിക്കളയുന്നു. അതുമാത്രമല്ല, അവന് വലിയൊരു സമ്പന്നനാക്കി അല്ലാഹു തആല മാറ്റുന്നു. മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഈ പേര് വല്ലവരുത്തനും ദിനേന 1000 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണ് എങ്കിൽ, എല്ലാ ദിവസവും 1000 പ്രാവശ്യവും ചൊല്ലുകയാണ് എങ്കിൽ തീർച്ചയായും അല്ലാഹു തആല ഗനിയാണ്. അവൻ ഇത് ചൊല്ലുന്നയാളുകളെ ഗനിയാക്കി മാറ്റുകയും ചെയ്യും എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. സൃഷ്ടികളിൽ നിന്നൊക്കെ ആശ മുറിഞ്ഞ് അവൻ നാഥനായ റബ്ബിൽ ആശ വെച്ചുകൊണ്ട് ഈ ദിക്റിനെ, യാ മുഗനി എന്ന ദിക്റിനെ, വല്ലവരുത്തനും ഈ നാമത്തെ എല്ലാ ദിവസവും 1000 പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ അവന് വലിയ ഐശ്വര്യമുണ്ടാവുകയും അവൻ്റെ ദാരിദ്ര്യത്തെ അല്ലാഹു തആല നീക്കിക്കൊടുക്കുകയും ചെയ്യും. നമുക്കും പതിവാക്കാം. നാഥനായ റബ്ബ് മറ്റുള്ള ആളുകളോട് യാചിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് തരാതിരിക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങളെ നാഥനായ റബ്ബ് ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് തീർത്തു തരട്ടെ.